മൃഗങ്ങളെ വരെ അല്ലാഹു തആല ഖിസാസ് എടുക്കുന്നതാണ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ കൊണ്ടുവരുന്ന ഹദീസിൽ കാണാം. പേരെന്താ? ബജഗോളി. ഈ ബജഗോളിയിൽ ഒരു ആട്, ഒരു ഉഷാറുള്ള കൊമ്പുള്ള ആട്, ഒരു വീക്ക്നെസ് ഉള്ള കൊമ്പൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ വീക്ക്നെസ് ഉള്ള ഒരു ആടിനെ പോയിട്ട്, ആട് മനസ്സിലായില്ലേ? ആട് പോയിട്ട് മറ്റേ ആട്ടിനെ പോയിട്ട് കുത്തിയിട്ടിട്ടു. ആ ആട് പാപ്പാടെ വീണു. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ഈ രണ്ട് ആട്ടിനെയും കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ കൊമ്പില്ലാത്ത ആട്ടിന് അല്ലാഹു കൊമ്പ് കൊടുക്കുന്നു. കൊമ്പ് എന്നല്ലേ പറയാ? കൊമ്പ് തന്നെയല്ലേ? കൊമ്പ്. ആ കൊമ്പ് ഈ ആട്ടിന്റെ കൊമ്പ് എടുത്തിട്ട് ആ ആട്ടിന് കൊടുക്കണം. ആര്? അല്ലാഹ് കൊടുത്തിട്ട് ഈ ആട്ടിനോട് അല്ലാഹുവിന്റെ കൽപ്പന, നിന്നെ തിന്നാമെന്ന് കുട്ടിയിട്ടില്ലേ? ബജഗോളിന്ന് കുത്തിയിട്ടില്ലേ? കുത്തിയിട്ട് എന്നെ മറിച്ചിട്ടിട്ടില്ലേ? കുത്ത്. അതിനോട് പറയാ, ആടിനോട്. ഇതാണ് റബ്ബിന്റെ കോടതി. അങ്ങനെ ആട് കുത്തി, ആ ആട്ടിനെ കുത്തിയിട്ട് മറിച്ചിട്ട് മതിയല്ലേ? ഇനിയും കുത്തിക്കോ. ഹിസാബ് എടുത്തു. പോത്തിനെയും പശുക്കളെയും നായ്ക്കളെയും എല്ലാ മൃഗങ്ങളെയും അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ഹിസാബ്, അതിന് ഖിസാസ് എടുക്കപ്പെടുന്നു, പ്രതികാരം കൊടുക്കപ്പെടുന്നു. കേട്ടോ ഉമ്മമാരെ, നേതാക്കളെ, ചെറുപ്പക്കാരെ കേട്ടോ, പാവങ്ങളെ, സാധുക്കളെ ആക്രമിക്കരുത്, ദുൽമ ചെയ്യരുത്. നിനക്ക് നല്ല യുവത്വമുണ്ട്, ബാല്യപ്രായമുണ്ട്, ടെമ്പറുണ്ട്, പൈസയുണ്ട്, പാർട്ടിയുണ്ട്, നിന്റെ ഹലാക്കുണ്ട് എന്ന് പറഞ്ഞ് പാവങ്ങളെ, സാധുക്കളെ നീ നൊമ്പലിപ്പിച്ചിട്ടുണ്ട, നീ വേദനിപ്പിച്ചിട്ടുണ്ട. നിന്നെ റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുവന്ന ആ പാവപ്പെട്ട മനുഷ്യൻ റബ്ബിന്റെ കോടതിയിൽ പറയും, റബ്ബേ, ഇവൻ എന്നെ ബജഗോളിന്റെ മണ്ണിൽ, ഉടുപ്പി ജില്ലയിൽ അല്ലെങ്കിൽ ഈ കാർക്കള, ഈ റേജിൽ വെച്ചിട്ട് റബ്ബേ എന്നെ ഇങ്ങനെ വഷളാക്കിനി. ഒരു മീറ്റിംഗ് കിഴങ്ങിന്റെ അടുത്ത് നീ എന്നെ വഷളാക്കിനി. എനിക്ക് നാണക്കെടായിനി. ഞാൻ പുറത്തു വന്നിട്ട് കരഞ്ഞിട്ടുണ്ട് റബ്ബേ. ഒരു ജനറൽ ബോഡിയിൽ, ഒരു മഹാസഭയിൽ, ഒരു സംഘസമസ്തയിൽ എന്നെ വഷളാക്കിയിട്ടുണ്ട് അല്ലാ, എന്നെ ഫളീഹത്താക്കിയിട്ടുണ്ട് റബ്ബേ. എനിക്കതിന് പകരം തരണമെന്ന് നേതാക്കളെ റബ്ബിന്റെ കോടതിയിൽ ഇവനിക്ക് ചോദിക്കും. ഇവനിക്ക് പകരം കൊടുത്തിട്ടല്ലാതെ റബ്ബ് വിടൂല. ആട്ടിനെ വിട്ടോ, പോത്തിനെ വിട്ടോ, മൃഗത്തിന് അല്ലാഹു വെറുതെ വിടുവോ? വിട്ടിട്ടില്ല. പിന്നെ നിന്നെയും വിടുവോ? ഈ പേടി വേണം മനസ്സിൽ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. വരി നമ്മളെ ഹസ്രത്തുമാർ വരുന്നുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. കേൾക്കണേ, ഇതൊന്നും മനുഷ്യനിക്ക് അറിയില്ല. നാണവനെ വിടൂല. നാണ് ജനറൽ ബോഡിയിൽ, മഹാസഭയിൽ നാണവനെ വിടൂല. ഓ എടാ, നിന്നെ വിടാത്തൊരു കോടതി റബ്ബിന്റെ വിരുന്ന് നിനക്ക് നിന്റെ തലയിലുണ്ടോ മുസ്ലിമേ? നാണ് വിടൂലല്ലേ? നിന്റെ പൈസ ഉണ്ടല്ലേ, അല്ലെങ്കിൽ നിന്റെ രാഷ്ട്രീയം ഉണ്ട്, രാജകീയം ഉണ്ടല്ലേ? ഒരു പാവത്തിന്റെ നിനക്ക് കീഴെ വെച്ചിട്ട് എന്തും ചെയ്യാം. ഉമ്മ, നിന്റെ അപ്പുറത്തെ പുറത്തെ ഒരു പാവപ്പെട്ട പെണ്ണിനെ നിനക്ക് എന്തും ചെയ്യാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിന്റെ കൽബിൽ ഈമാനില്ല, ഇസ്ലാമില്ല. പർദ്ദ മാത്രം, കുപ്പായ മാത്രമേ ഉള്ളൂ, ഹുസൈൻ സൈദിന്റെ കമീസ് മാത്രമേ ഉള്ളൂ, ഉള്ളില്ല ഇല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. ഏത് സമയത്തും നീ ആരെ നൊമ്പലിപ്പിക്കുമ്പോ, ആരെ വേദനിപ്പിക്കുമ്പോ, ആരെ മുമ്പിൽ ടെമ്പർ കാണിക്കുമ്പോ നിനക്ക് നിന്റെ റബ്ബിന്റെ കോടതി ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, എല്ലാവരും നമ്മളിലേക്ക് മടങ്ങി വരും. ബിബി ഫാത്തിമത്തി സഹ്റാ റളിയല്ലാഹു അൻഹാ പൊട്ടി കരഞ്ഞില്ല ഉമ്മ? ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടി കരഞ്ഞില്ലേ? ബീബി സുമയ്യ റളിയല്ലാഹു അൻഹ കരഞ്ഞു അവസാനം സുമയ്യ ബീബിന്റെ ശരീരത്തിൽ ഇഞ്ചിഞ്ചായി റബ്ബിന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടില്ലേ? ഇവിടെ എങ്ങനെങ്കിലും ജീവിച്ച് എന്തെല്ലാം പോലീസ വാങ്ങിയിട്ട്, ആരെല്ലാം ബുദ്ധിമുട്ടിക്കിട്ട്, ആരെല്ലാം വഷളാക്കിയിട്ട്, ആരെല്ലാം ബേജാറാക്കിച്ചിട്ട് നീന്റെ വയ്യത്ത് കൊണ്ടിട്ട് കബറിന്റെ ഉള്ളിൽ വെച്ചാൽ നീ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഉംറക്ക് പോയി, ഹജ്ജിന് പോയി, ചക്കയാക്കി മാങ്ങാക്കി. നിന്റെ അടൊന്നും ഇവിടെ നടക്കൂല.
നീ പാപങ്ങളെ സാധുക്കളെ നാണം കടത്തി ഏതൊരു മനുഷ്യന്റെ മാനത്തിനെ നീ പറിച്ചു ചീന്തിയിട്ടുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു, വിടൂല നിന്നെ. ഒരു മനുഷ്യന്റെ മാനം, ഒരു മനുഷ്യന്റെ അഭിമാനം, അവന്റെ ഇർള്, അതൊരിക്കലും നമ്മൾ തൊട്ടുകൂടാ. ഞാൻ ഓർമ്മപ്പെടുത്തി വന്നത്, നമ്മുടെ ജവാബ്ദാരികൾ, ഉത്തരവാദിത്തങ്ങൾ ശരിക്കും നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് റബ്ബിലേക്ക് എന്നെ മടക്കും. ഇന്ന ഇലൈനാ ഇയാബഹും ഇന്ന അലൈനാ ഇസാബഹും. അല്ലാഹു പറഞ്ഞു, അവരെല്ലാം നമ്മൾ ഹിസാബ് എടുക്കുന്നുണ്ട് കേട്ടോ. റബ്ബിന്റെ ഹിസാബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഓ ജവാബ്ദാരി ഏറ്റെടുക്കുന്ന ഉലമാക്കളെ, ഇമാമുമാരെ, ഓ ജമാഅത്തിന്റെയും സംഘത്തിന്റെയും പ്രസിഡന്റുമാരെ, ഉമറാക്കളെ, നേതാക്കളെ, ജവാബ്ദാരി ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു നിൽക്കാനും പറ്റൂല. എന്തുകൊണ്ട്? ഇവിടെ ദീനീ പ്രവർത്തനം നടത്താൻ നമ്മൾ ആരും ഏറ്റെടുത്തില്ലെങ്കിൽ അത് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ഉത്തരവാദിയാകേണ്ടി വരും. പക്ഷെ ഏറ്റെടുക്കുമ്പോഴെല്ലാം എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എണ്ണി 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 പറയേണ്ടി വരും. നിങ്ങൾ കണ്ടു, ഹജ്ജത്തുൽ വദാഹിന്റെ അവസാനത്തെ ഹജ്ജ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സലാത്ത് പോരായിട്ട് സലാത്ത് ചെല്ലാൻ വേണ്ടി ഇന്നല്ലാഹ മലായികതു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന സലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള കൽപ്പന കൊണ്ടുള്ള ആയത്തിറങ്ങിയ മാസമാണ് ശഅബാൻ. ഈ മാസം സലാത്തിന്റെ വാർഷികമാണ്. ആരാ സലാത്തിന്റെ വാർഷികം? അല്ലാഹു സലാത്ത് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ച വാർഷികമാണ് ശഅബാൻ. അപ്പൊ നിങ്ങൾ എന്താ സലാത്ത് അല്ലാത്ത ഉറക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പൊ വാർഷികം അറിഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്ക്, ജവാബ്ദാരി, ഉത്തരവാദിത്തങ്ങൾ. ഞാൻ അതെല്ലാം കൂട്ടി മിക്സാക്കി പറയുകയാണ്, സമയമില്ല. സ്വാഗതം പറഞ്ഞ ഉസ്താദ് നേരത്തെ പറഞ്ഞ അവസാനം വേണം, അവസാനമില്ല, ഇടയിൽ തന്നെ വേദം എല്ലാം കൂടി ആക്കാന്നല്ലാതെ വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ ഖൽബ് സലാമത്താക്കി തരട്ടെ. നമ്മളെ കോലം നന്നായിട്ടുണ്ട്, നമ്മളെ അഡ്രസ്സ് നന്നായിട്ടുണ്ട്. നന്നാവാത്തൊരു സാധനമുണ്ട്, ഖൽബിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ. ബഹുമാനപ്പെട്ട സജ്ഫത്ത് ഉസ്താദ് പലപ്പോഴും ചില വിഷയങ്ങൾ ഞാൻ ചോദിച്ചാൽ കരയും. ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ശൈഖ്, ഇവിടെയുള്ള ആലിമികൾ ആരും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ല, ഇവിടെ കണ്ടവരാരും ഉണ്ടാവില്ല. ഞാൻ സൈദിയിൽ പഠിക്കുന്ന കാലത്താണ് കക്കടിപ്പുറം ശൈഖിന്റെ അടുത്ത് പോയി ദലായിൽ ഖൈറാത്തിന്റെ ഇജാറത്ത് വാങ്ങിയത്. ഓരോ കിതാബ് എന്നെ ഓർ തന്നിട്ടുണ്ട്. അള്ളാഹു ആ മുഖം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു നമ്മളെ അർഹരാക്കി തരട്ടെ. അവരല്ലാഹുവിനെ പേടിച്ച് റബ്ബിന്റെ ദിക്റിലായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ല, വീടില്ല. ഒരു നിസ്കാര പള്ളിയിൽ, പഴയ ഒരു പള്ളിയിൽ മാത്രം 90 വയസ്സ് 95 വയസ്സ് വരെ ജീവിച്ചു. ബഹുമാനപ്പെട്ടവരോട് ദലായിൽ ഖൈറാത്ത് ചെല്ലാൻ വേണ്ടി കിതാബ് എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ അങ്ങോട്ടൊരു ചെറിയ ചോദ്യം ചോദിച്ചു. അവസാനം ഈമാൻ കിട്ടി മരിക്കാൻ, ഞങ്ങളെ ഖൽബൊന്ന് ഈമാനിന്റെ പ്രകാശം കൊണ്ടില്ലെങ്കാൻ എന്ത് വേണം ഞാൻ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ശൈഖ്, 95 വയസ്സുള്ള ഈ വലിയ മഹാൻ, ഭാര്യയില്ല, മക്കളില്ല, കല്യാണം കഴിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു ചിന്ത തന്നെ ഇല്ലാതെ ജീവിച്ച മഹാനാണ്. താജുൽ ഉലമയും ശംസുൽ ഉലമയും ഒക്കെ അവരെടുക്കുന്ന ദലായിൽ ഖൈറാത്ത് വാങ്ങിയ വലിയ വലിയ മഹാന്മാരാണ്. ആ ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ശൈഖ് ഇത് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കൈ ഞാൻ പിടിച്ചിട്ടാണ് ചോദിക്കുന്നപ്പോൾ ഇങ്ങനെ കൈ വിറക്കാൻ തുടങ്ങി. വിറച്ചിട്ട് പറഞ്ഞു, മോനെ ഖൽബിൻ്റെ ഉള്ളിൻ്റെ വിഷയം പറയാൻ എനിക്ക് കഴിയില്ല. ഇതുവരെ എൻ്റെ ഖൽബ് ശുദ്ധമായി എന്ന് പറയാൻ കഴിയുന്നില്ല. എൻ്റെ ആഖിബത്തിനെ പറ്റി എനിക്ക് വല്ലാത്ത പേടിയാകുന്നു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നു. ഞാൻ അവിടെ ആ കിതാബ് പിടിച്ചുകൊണ്ട് കുറേ സമയം കരഞ്ഞുപോയി. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഈമാനില്ലാതെ ജനങ്ങളെ മുമ്പിൽ ഇങ്ങനെ കാണിച്ച്
പ്രദർശിപ്പിച്ചു ആളുകൾ അംഗീകാരങ്ങളും ബഹുമാനങ്ങളും വാങ്ങി അവസാനം ഈമാനില്ലാതെ മരിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്കും ഞങ്ങളെ ഉമറാക്കൾക്കും ഉലമാക്കൾക്കും ഞങ്ങളെ സംഘാടകർ ഞങ്ങളെ ഉമ്മമാർക്ക് നീ തരല്ലേ അല്ലാഹ്. ഉമ്മ യാസീൻ ഓതി മരിക്കണം. ഉമ്മ യാസീൻ എപ്പോഴും രാത്രി ഓതി താരത്താക്കും ഉമ്മ. എന്നിട്ട് ഉമ്മമാര് നീ ഒന്ന് കരഞ്ഞ് റബ്ബിനോട് പറയും, അല്ലാഹുവേ എനിക്കൊരു യാസീൻ ഓതുമ്പോ മരിക്കണമെന്ന് ആഗ്രഹിക്കും ഉമ്മ. എത്ര ഉമ്മമാരാണ് അങ്ങനെ ആഗ്രഹിച്ചു മരിച്ചത്? എൻ്റെ അറിവിൽ തന്നെ ഒരു ഉമ്മ എപ്പോഴും റബ്ബിനോട് അങ്ങനെ യാസീനോദി അസറിൻ്റെ ശേഷം എപ്പോഴും യാസീനോദിട്ട് ഇങ്ങനെ ദ്വാരക്കും. അപ്പം മക്കൾ ചോദിച്ചെന്തുമ്മ നിങ്ങൾ ഇങ്ങനെ ദ്വാരക്കുന്നത്? അതേ മക്കളെ, എനിക്ക് യാസീനോദി മരിക്കണം. ഒരു ദിവസം അസർ നിസ്കരിച്ച് നിസ്കാര കുപ്പായം വിട്ടിട്ട് അവിടെ ഇരുന്ന് യാസീനോടുന്നു ആ ഉമ്മ. എന്നിട്ട് യാസീനോദി സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുമ്പോൾ ആ ഉമ്മ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, ഞാൻ ആ സമയത്ത് ആഗ്രഹിച്ചു പോയി, റബ്ബേ എനിക്ക് ആ ഉമ്മ മരിച്ചതുപോലെ യാസീനോദി സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുമ്പോൾ മരിക്കാൻ ഈ മൊയ്ലാർ എന്ന പേരിൽ ജീവിച്ച എനിക്ക്, ഈ പ്രസംഗിക്കാൻ പോയ എനിക്ക് കഴിവുണ്ടാവും, എനിക്ക് തൗഫീഖ് കിട്ടുമോ എന്ന് റബ്ബിനോട് ഞാൻ ചോദിച്ച് കരഞ്ഞു പോയിട്ടുണ്ട് ഉമ്മമാരെ. നമുക്ക് ആ നിലക്ക് മരിക്കാൻ കഴിയണ്ട്. സ്വലാത്ത് കൂടുതൽ ചൊല്ലുമ്മ. ഏതെങ്കിലും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് മരിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അവനിക്ക് എൻ്റെ ശഫാഅത്ത് നിർബന്ധമായി പോയി. ആ ഉമ്മക്ക് നാളെ ആഖിറത്തിൽ ഞാൻ ശഫാഅത്ത് ചെയ്യും. ആരാണ് എൻ്റെ കൂടുതൽ ശഫാഅത്തിന് അർഹർ? അക്തറുഹും അലയ്യ സ്വലാ. എൻ്റെ കുമേൽ ഏറ്റവും കൂടുതൽ ആരാണോ സ്വലാത്ത് ചൊല്ലുന്നത് അവരാണ് നാളെ ആഖിറത്തിൽ എൻ്റെ ഏറ്റവും വലിയ അടുത്ത ആളുകൾ. അവർക്കാണ് എൻ്റെ വലിയ ശുപാർശ ശഫാഅത്ത് റെക്കമെൻഡ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മമാരെ, ഒരാളും നിന്റെ റെക്കമെൻഡിന് വരില്ല, നിനക്ക് ശുപാർശ പറയാൻ വരില്ല. നിന്റെ മക്കളെ കാണൂല ഉമ്മ, നിന്റെ ഭർത്താവിനെ കാണൂല, നിന്റെ ഉസ്താദിനെ കാണൂല. അവിടെ ആരും വരുന്നില്ല. അധികാരമുള്ളത് അനലഹ അനലഹ. ശഫാഅത്തിന്റെ അധികാരമുള്ളവൻ ഞാൻ തന്നെയാണ്. ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉമ്മമാരെ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. പകലിൽ ഹൈദ് നിഫാസ് ഇല്ലാത്ത സമയത്ത് ഒരു കടലാസെങ്കിലും ഖുർആൻ ഓതാതെ ഈ ബജക്കോളിലുള്ള ഈ നാട്ടിലുള്ള ഈ പരിസര നാട്ടിലുള്ള ഒരൊറ്റ ഉമ്മമാരും ഹൈദ് നിഫാസ് ഇല്ലാത്ത സമയത്ത് ഒരു ദിവസത്തിൽ ഒരു കടലാസെങ്കിലും ഖുർആൻ ഓതനെ ഉമ്മ. ഹുസൈൻ സൈദി വന്നിട്ട് കുറെ സംസാരിച്ചു പോയി, ഞങ്ങൾക്കെന്തും കിട്ടിയില്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ പറയണ്ട. ഞാനൊരു വീട്ടിൽ പോയി നല്ല ഭക്ഷണം കഴിച്ചു, അല്ലാഹു അവർക്ക് നമുക്കൊക്കെ സ്വർഗത്തിന്റെ ഭക്ഷണം തരട്ടെ. ആദരിച്ച് ബഹുമാനിച്ച് എന്നെ കൊണ്ടുപോയി. ഞാൻ പറയട്ടെ, ആ വീട്ടിലെ ഉമ്മമാര് എല്ലാവരും ഇവിടെ ഉണ്ടാകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ ദിവസത്തിൽ ഒരു കടലാസെങ്കിലും ഓതാതെ ഒരു ദിവസം നിങ്ങളത് കഴിഞ്ഞു പോകാൻ പാടില്ല. ഒരു 10 സ്വലാത്ത് ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ചൊല്ലാതെ ഒരു ദിവസം ഉമ്മ, ഏത് കല്യാണമുണ്ടെങ്കിലും ഏത് മൈലാഞ്ചി മംഗലമുണ്ടെങ്കിലും ഏത് ഡിന്നർ ഉണ്ടെങ്കിലും നിന്റെ ഹബീബിന്റെ മേൽ നീ കരഞ്ഞ് 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 നാളെ റബ്ബിന്റെ മുമ്പിൽ ആ റബ്ബിന്റെ കോടതിയിൽ നീ അടുത്തേക്കാണ് പോകുന്നത്. ഹുസൈൻ സൈദി എവിടേക്കാരാ പോകുന്നത്? ഒസവാർ സൈദിയും ഈ ആലിമീങ്ങളും എവിടത്തേക്കാണ് പോകുന്നത്? എല്ലാവരും പോകുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്കാണ്. എല്ലാ നബിമാരും എല്ലാവരും മടക്കി അയച്ചപ്പോ അവസാനം പോകുന്നത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദിനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്ക് ഞാനും നീയും ആ റബ്ബിന്റെ കോടതിയിൽ തലച്ചോറ് പറിച്ചിട്ട് വേർപ്പിൽ മുങ്ങിയിട്ട് മൂക്കിലും വായിലൊക്കെ രക്തവും വെള്ളവും വന്നിട്ട് ഒലിക്കുന്ന സമയത്ത് ഞാനും നീയും പോകുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്കാണുമ്മാ. ആ ഹബീബിന്റെ അടുത്ത് പോകുമ്പോ നിന്റെ കയ്യിൽ എൻ്റെ കയ്യിൽ കുറച്ച് സ്വലാത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ അങ്ങോട്ട് പോകാം.
അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഏറ്റവും അടുത്തവർ, എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടവർ, ഞാൻ എൻ്റെ ശഫാഅത്ത് ചെയ്യുന്നവർ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവരാണ്. ആ സ്വലാത്തുമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്ക് പോകാൻ ഈ മണ്ണിൽ ജീവിക്കുമ്പോ നീ കുറച്ച് സ്വലാത്ത് ചൊല്ലി വെച്ചോ ഉമ്മാ, ഖുർആൻ ഓതി വെച്ചോ ഉമ്മാ. അത് റമളാൻ മാസത്തിൽ മാത്രം മറിച്ചിട്ട് ഓതേണ്ട ഗ്രന്ഥമല്ല ഖുർആൻ. റമളാൻ മാസത്തിൽ മാത്രം ഓതേണ്ടതല്ല. റമളാനിൽ ഓത്ത് അധികരിപ്പിക്കൽ സുന്നത്തുണ്ട്, സ്വലാത്ത് അധികരിപ്പിക്കൽ സുന്നത്തുണ്ട്. പക്ഷേ ഇതെല്ലാ സമയത്തും ഒരു മുസ്ലിമായ മുഅ്മിനായാണ് പെണ്ണ് ചെയ്യേണ്ടതാണ്. ഉമ്മമാര് ഖുർആൻ ഓതാതെ ഒരു ദിവസം ഇവിടത്തെ ഉമ്മമാര് ഉറങ്ങല്ലേ, സ്വലാത്ത് ചൊല്ലാതെ ഉറങ്ങല്ലേ. ഒരു 10 സ്വലാത്ത് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെല്ലാൻ ഈ ഉമ്മമാരോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അത് ഏത് സ്വലാത്തായാലും തിരക്കേടില്ല. എന്നോട് താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ അറിയുന്നവർക്ക് ആ സ്വലാത്ത് ചെല്ലാൻ താജുൽ ഉലമ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ചെല്ലാൻ വേണ്ടിയും കൂടി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ-ഹബീബിൽ ആലിൽ ഖദ്റിൽ അളീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന സ്വലാത്ത് ദിവസത്തിൽ രാത്രി 10 ചൊല്ലണം. വെള്ളിയാഴ്ച രാത്രി 100 ചൊല്ലണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇജാറ് തന്നിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ അത് ചൊല്ലുന്നുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഏതെങ്കിലും അറിയുന്നൊരു 10 സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലണേ മുസ്ലിമീങ്ങളെ, നേതാക്കളെ, ഉമറാക്കളെ, പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, പണക്കാരെ, സാധാരണക്കാരെ, എല്ലാവരും പോകുന്നത് ഹബീബിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കാണല്ലോ. ആ ചിന്ത ഓർമ്മ വേണം. അല്ലാഹുവിന്റെ ഖുർആനിൽ 30 ആയത്തുള്ളൊരു ചെറിയ സൂറത്തുണ്ട്, സൂറത്തുൽ മുൽക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ആ 2-ാം ജുസിലെ തബാറക സൂറത്ത്, സൂറത്തുൽ മുൽക്ക് എന്നാണ് അതിൻ്റെ പേര്. 30 ആയത്തേ ഉള്ളൂ. ആ ഒരു സൂറത്ത് എല്ലാ ദിവസം മഗ്രിബ് ഇശാന്റെ ഇടയിൽ ഒന്ന് ഓതണേ മുസ്ലിമീങ്ങളെ, നേതാക്കളെ, മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, ഉമ്മമാര്. ഒരു ചെറിയ 5 മിനിറ്റും കൂടി വേണ്ട, ഒരു 3 മിനിറ്റ് കൊണ്ട് ഒരു തീരും 30 ആയത്തുള്ള ചെറിയ സൂറത്ത്. ആ സൂറത്ത് നീ ഓതി വെച്ചാൽ നിന്നെ ആഖിറത്തിൽ വല്ല തെറ്റിന്റെ കാരണം കൊണ്ട് നിന്റെ കയ്യിലും കാലിലും ചങ്ങലയിട്ടിട്ട് അവനെ പിടിച്ചിട്ട് ചങ്ങലയിട്ടിട്ട് കെട്ട്, എന്നിട്ട് അവനെ നരകത്തിൽ കൊണ്ടുപോയെന്ന കൽപ്പന വന്നാലും ഈ തബാറക സൂറത്തോടി ദായിമയാക്കി എല്ലാ ദിവസവും ഓതിയ ഉമ്മ, നേതാക്കളെ, ആലിമീങ്ങളെ, ഈ തബാറക സൂറത്ത് വന്നിട്ടതാ റബ്ബിനോട് ഷഫാഅത്ത് പറയുന്നു, റെക്കമെൻഡ് പറയുന്നു. റബ്ബേ, ഈ നിന്റെ അടിമ എത്ര വല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും സൂറത്തുൽ മുൽക്കായ തബാറകയായ എന്നെ ദിവസം ഓതി ആണാണ് പെണ്ണാണ് റബ്ബേ, അതുകൊണ്ട് ഇവനെ നരകത്തിൽ കടത്തിക്കൂടാ. ഈ സൂറത്ത് അവിടെ റബ്ബിന്റെ മുമ്പിൽ റെക്കമെൻഡിന് വരുന്നു, ഷഫാഅത്തിന് വരുന്നു. ഇനിയും മലക്കുകൾ നിന്നെ എന്നെ കൊണ്ടുപോകുമ്പോ ആ മലക്ക് ആ സൂറത്ത് റബ്ബിനോട് പറയും, റബ്ബേ, എന്നാ നിന്റെ ഖുർആൻ നിന്നിട്ട് നീ ഈ സൂറത്തായ എന്നെ നീ മായിച്ചു കളയണം. ആ സൂറത്ത് വിശുദ്ധ ഖുർആനിലുള്ള കാലത്തോളം അത് ഓതിയ ഒരാളെ നരകത്തിൽ കൊണ്ടുപോകാൻ എനിക്കത് ബാധിക്കാൻ കഴിയില്ല എന്ന് റബ്ബിനോട് ഈ സൂറത്തുൽ മുൽക്കായ റബ്ബിന്റെ കലാമായ സൂറത്ത് ഓടുന്നാണ്. പെണ്ണെ, നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി റബ്ബിന്റെ കോടതിയിൽ ശുപാർശ ചെയ്ത് ചങ്ങലയച്ചിട്ട് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ അത് ഏറ്റെടുത്തോ, ചെയ്തോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഓർമ്മ തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. നിന്റെ ഖുർആനിനെ മറന്ന്, ഹബീബിനെ മറന്ന് തിന്നിട്ട്, നീ തന്ന ഭക്ഷണം തന്ന്, നീ തന്ന ഫ്രൂട്ട് തന്നിട്ട്, നീ തന്ന മറ്റ് സാധനങ്ങളൊക്കെ തിന്നിട്ട് നന്നായി മലർന്ന് കിടന്നുറങ്ങുന്ന നിന്നോട് നന്ദി കെട്ടവരിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാ. നിന്നോടും നിന്റെ ഹബീബിനോടും നന്ദിയുള്ള ഹബീബിനോട് മഹബത്തുള്ളവരിൽ ഞങ്ങളെ നീ പെടുത്തണേ റബ്ബേ.